മനസ്സിലാക്കാൻ നമുക്ക് അധികം അന്വേഷിക്കേണ്ടതായിട്ടില്ല. മുസ്ലിം സമുദായം ഒരുപാട് കാലമായി മറ്റുള്ളവരുടെ ഔദാര്യത്തിന്റെ പിന്നാലെ പോകുന്നവരായിരുന്നു. മറ്റുള്ളവരുടെ ഊരം പിടിച്ചുകൊണ്ട് മാത്രമേ തങ്ങൾക്ക് വളരാനും ഉയരാനും സാധിക്കുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ഒരു സമൂഹത്തെ പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആ ശ്രമത്തെ തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഊർന്നു പോകുമെന്ന് കരുതിയപ്പോഴാണ് എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് എല്ലാ ഞാൻകൂട്ടുകൾക്കും ഒരുപാട് വിഷം വെച്ചു വരുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം അതാണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് കഴിയുമെന്ന് ഇത്തരക്കാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മുസ്ലിം സമുദായത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തിന് കഴിഞ്ഞ കാലത്തെ ദുരനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ സമുദായത്തിന്റെ വേദനകളെ നെഞ്ചേറ്റിക്കൊണ്ട് ആ സമുദായം അകപ്പെട്ടിരുന്ന കുഴിയിൽ നിന്ന് കൈപിടിച്ചു ചേർക്കാനുള്ള ധീരോദാത്തമായ ഒരു തന്റേടപൂർവമായ ഒരു ശ്രമം ഈ രാജ്യത്ത് പുതുതായി തുടങ്ങി വെച്ചപ്പോൾ ആ തുടങ്ങിയത് ഇഷ്ടപ്പെടാത്ത ശക്തികളാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് വേട്ടയാടാൻ ഒന്നിച്ചണിനിരന്നുകൊണ്ടിരിക്കുന്നത്. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എന്തെല്ലാം തരത്തിലുള്ള കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്ത് നിന്ന് ബോംബുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരുടെ വീടുകളിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ആ ആയുധങ്ങളും ആ ബോംബുകളും ഒക്കെ തന്നെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് SDPIയുടെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും ലൈബ്രറിയിൽ കൂടിയാണ് എന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാരുടേതാണ് ബോംബും ആയുധവുമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ദേശാഭിമാനിയിലും ജന്മഭൂമിയിലുമെങ്കിലും പൊതിഞ്ഞു വെക്കാനുള്ള ബുദ്ധിയെങ്കിലും ഈ പാവം പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ മടയന്മാർക്ക് കഴിയാതെ പോയി എന്നതിലാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. നിങ്ങൾ ആരെയാണ് വിധിയാക്കാൻ നോക്കുന്നത്? പോലീസ് വണ്ടി പിന്നിൽ ചെല്ലുന്നു, ആയുധ വണ്ടി മുമ്പിൽ ചെല്ലുന്നു. കോരിച്ചെരിയുന്ന മഴയത്ത് നനയാത്ത പേപ്പറില് ബോംബുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പേര് കേൾക്കേണ്ട താമസം നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് അണ്ണാക്ക് തൊടാതെയാണ് പലതും വിടുന്നത്. എന്ത് സാമാന്യമായ ഒരു നീതി, മാധ്യമ പ്രവർത്തനത്തിന്റെ സാമാന്യമായ നീതി പോലും കാണിക്കാൻ മാന്യതയുടെ മുഴുവൻ അതിർവരമ്പുകളിൽ ലംഘിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണെന്ന് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാര്യം? ഈ ശബ്ദത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ്. തെറ്റുപറ്റിയിരിക്കുന്നു നിങ്ങൾക്ക്. എന്തെല്ലാമാണ് അന്വേഷണം വേണ്ടത്? ഇതാ 17 കൊല്ലക്കാലം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ അന്വേഷിച്ചില്ലേ പലതും? 1993 മുതൽ നിരീക്ഷണത്തിലാണ് LDF-ഉം പോപ്പുലർ ഫ്രണ്ടും. എന്ത് പിന്നാക്ക കണ്ടെത്താൻ കഴിഞ്ഞത്? എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? സാമ്പത്തിക സ്രോതസ് വേണം നിങ്ങൾക്ക്. 336 കോടി വന്നു. എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾക്ക് ഉറപ്പായല്ലോ. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു അന്വേഷണം. എന്തുകൊണ്ട് 336 കോടി രൂപയുടെ അന്വേഷണം തുടർന്നു കൊണ്ടുപോയില്ല? ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ പിന്നെ സമാധാനമായിരുന്ന? സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു അന്വേഷിക്കണം കേട്ടോ.
രക്ഷപ്പെടാമെന്ന് കരുതി. അന്നും ഇതിനേക്കാൾ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു മാധ്യമങ്ങള്, പോലീസുകാര്, രാഷ്ട്രീയ പ്രവർത്തകന്മാര്. എന്തേ ഉണ്ടായത്? മാറാട് സംഭവത്തിന്റെ പേരിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടന്നു. LDFനെ തരിയിട്ട് നോക്കാൻ നിങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളില്ലാത്ത ഒന്ന് ഞങ്ങളുടെ മുകളിലേക്ക് വെച്ചുകെട്ടാൻ ശ്രമിച്ചാൽ അത് പായായി പോകുമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നില്ലേ മാറാട്? എന്നിട്ടും പഠിക്കുന്നില്ല. മാറാട് കേസില് 62 പേർ ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ട്. പാർട്ടി തിരിച്ചുള്ള കണക്ക് പ്രസിദ്ധീകരിച്ചു നമ്മള്. ഇവിടെ വലിയ മിശിഹമാരായി ചമയുന്ന അക്രമത്തിനെതിരെ പിണറായി വിജയനും അതുപോലെ ജയരാജനും ഒക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഇത്ര വലിയ ഗാന്ധിയന്മാര് വരണ്ടാവില്ല എന്നാണ് നമ്മൾ കേൾക്കുക. CPMന്റെ പ്രവർത്തകരായിരുന്നു മാറാട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായിട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. KM ഷാജിയുടെ അനുയായികളാണ് മാറാട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായിപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. ഈ സംഘങ്ങളൊക്കെ ഒരേ സ്വരത്തിൽ സംസാരിച്ചുവെന്ന് ഇപ്പോഴും അതേ സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 3 തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ വെക്കാൻ വേണ്ടി വിഭവങ്ങൾ ശേഖരിച്ചു കൊടുക്കുന്നത് ഒരു കൂട്ടരാണ്. അത് നമ്മുടെ ഇന്റലിജൻസുകാർ, IB-ക്കാർ. അവർ കൊണ്ടുവെക്കുന്നത്, അവർ കൊണ്ടു നൽകുന്നത് അരിഞ്ഞു മുറുക്കി പാചകം ചെയ്യാനായി ഒരു കൂട്ടര് മാധ്യമങ്ങളുടെ ഡെസ്കിലിരിക്കുന്നു. മറ്റൊരു കൂട്ടര് വെച്ചു വിളമ്പാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഫലം? ഇതിലൂടെ എന്താ നിങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ നാട് കത്തിച്ചാമ്പലാക്കാനാണ് നിങ്ങളുടെ ശ്രമം. പക്ഷേ ഈ നാടിനെ നശിപ്പിക്കാൻ എന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ അവസാനത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അനുവദിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ അത്തരമൊരു നിലപാടിനെ ചെറുക്കാൻ മുൻപന്തിയിലുള്ളവരാണ് ഞങ്ങൾ. ഈ നാട് ഞങ്ങളുടേത് കൂടിയാണ്. ഈ നാട്ടിലെവിടെ നിന്നും പുറത്തുനിന്ന് കടന്നു വന്നവരല്ല ഞങ്ങള്. ഈ നാട്ടിൽ ജനിച്ചുപെടുന്നവരാണ് ഞങ്ങള്. ഇവിടെ തന്നെ മരിച്ചു വീഴേണ്ടവരുമാണ് ഞങ്ങള്. അതുകൊണ്ട് കുതന്ത്രങ്ങളിലൂടെ തകർക്കാമെന്നൊന്നും നിങ്ങൾക്ക് ശ്രമിക്കരുത്. ആശയപരമായി നേരിടാനുണ്ടെങ്കിൽ വരട്ടെ. BJP-ക്കാരനോ ഇവിടുത്തെ കോൺഗ്രസുകാരനോ ഹറാമാവേണ്ട യാതൊരു കാര്യവുമില്ല എന്നിടത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓരോരുത്തരെയും അവരുടെ ശക്തിയും അവരുടെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ബുദ്ധിസഖാക്കള് തെരുവോരങ്ങളിൽ ഇരുന്നു കൊണ്ട് സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് പറയുമ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബുദ്ധദേവ് ഭട്ടാചാര്യ ഇസ്രായേലുമായിട്ട് നേരിട്ട് ഡീലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം